ഇപ്പോൾ ഒരുപാട് പേര് കോളേജ് സ്റ്റുഡൻസ് കാണാം, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ കാണാം. അങ്ങനെ ഒരുപാട് മിക്കവാറും കോളേജ് സ്റ്റുഡൻസിന് അവർക്ക് ഫീസൊന്നും അടയ്ക്കാൻ മിക്കവരുടെ കയ്യിലും കൂടുതൽ പേരുടെ എമൗണ്ട് കാണില്ല. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഒരു സ്വന്തമായിട്ട് ഒരു ഇൻകം സോഴ്സ് ഇല്ല. ബിക്കോസ് അവർ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവർ പലരും പാർട്ട് ടൈം ജോബിന് പോകും. പിന്നെ അല്ലാതെ എക്സ്ട്രാ കരിയർ റിലേറ്റഡ് വർക്കിനൊക്കെ പോയി കിട്ടുന്ന കോടിയൊക്കെ കിട്ടുന്ന പൈസയൊക്കെ ആയിരിക്കും അവർ മിക്കവരും ഫീസുകൾ അടയ്ക്കണം. മിക്കവർക്കും അങ്ങനെയാണ് ഫീസുകൾ അടയ്ക്കണം. എനിക്കും അറിയാം. അപ്പം കൂടുതലും എക്സ്ട്രാ ഒരു ഇൻകം ഉണ്ടാക്കാനാണ് മിക്കവരും നോക്കുന്നത്. അപ്പം മിക്കവരും എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ നോക്കും. പക്ഷേ എങ്ങനെ അവർ എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കുമെന്ന് അവർക്കൊരു ധാരണയില്ല, എങ്ങനെയാണ് എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കും. കാരണം അവരുടെ കയ്യിൽ ഒരു ഐഡിയ ഇല്ല എങ്ങനെ ഉണ്ടാക്കണമെന്ന്. അവർക്ക് മിക്കവരുടെ കയ്യിൽ ഒരു ഐഡിയ ഇല്ല. ഞാനും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും എക്സ്ട്രാ ഇനി കൂടുതൽ ഇൻകം വേണം, ഇപ്പം കോളേജ് ഫീസ് അടയ്ക്കാനും പിന്നെ അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റഫ്സ് PC വാങ്ങാൻ, ഐഫോൺ വാങ്ങാൻ, മൊബൈലുകൾ അങ്ങനെ ഏത് ഫോണായാലും എന്തൊക്കെ വാങ്ങാനും, ബൈക്കായാലും കാറായാലും നിങ്ങൾക്ക് എക്സ്ട്രാ കുറച്ചൊക്കെ ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഇപ്പം സൈഡ് ഇൻകം സ്ട്രീംസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് സൈഡ് ഇൻകം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സൈഡ് ഇൻകം തന്നെ നിങ്ങൾക്ക് മെയിൻ ഇൻകം ആക്കാൻ പറ്റും. നല്ല ലെവലിൽ ആവുമ്പോൾ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ എമൗണ്ട് ഏൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആക്കാൻ പറ്റും. അത് എങ്ങനെ നിങ്ങൾക്ക് അത്രയും ഇൻകം പുതിയതായിട്ട് ഒരു നല്ല എമൗണ്ടിൽ ഇൻകം അതും ഓൺലൈൻ വഴി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെയിനായിട്ടുള്ള ഒരു ഇൻകം സോഴ്സ് ആണ് ബ്ലോഗിങ്. എന്ന് വെച്ചാൽ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ആർട്ടിക്കിൾ പബ്ലിഷിങ്. അപ്പോൾ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്തുകൊണ്ട് ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് അപ്പോൾ അതിൽ കുറേ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്ത് അപ്പോൾ ആ ആർട്ടിക്കിൾസിൽ ഗൂഗിളിൻ്റെ ആഡ്സൻസ് വഴി ആൾക്കാരെ വ്യൂ ചെയ്ത് ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും ഗൂഗിൾ ആഡ്സൻസ് വഴി. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള ഒരു ഇൻകം സോഴ്സ്. അപ്പം എൻ്റെ മെയിനായിട്ടുള്ള ഇൻകം സോഴ്സ് അതാണ്. എന്ന് വെച്ചാൽ വെബ്സൈറ്റിൽ ഉണ്ടാക്കി അതിൽ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്ത് അതിൽ ആഡ്സൻസ് വഴി എനിക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഞാൻ നല്ല രീതിയിൽ എമൗണ്ട് ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എത്രയാണ് ഏൺ ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ അത് റിവീൽ ചെയ്യാം, എത്ര എമൗണ്ടൊക്കെയാണ് ഏൺ ചെയ്തിട്ടുള്ളത്. ഇപ്പം കോളേജ് ടൈമിൽ എനിക്ക് വലുതായിട്ട് പ്രശ്നം ഫീസ് അടയ്ക്കാനൊക്കെ ആകുമ്പോഴും ബസ് ഫീസ് അടയ്ക്കാനും ഇങ്ങനെ കോളേജ് ഫീസൊക്കെ അടയ്ക്കാൻ വലിയ പ്രശ്നം എനിക്ക് വന്നിട്ടില്ല. അപ്പം അതാണ് എൻ്റെ മെയിൻ ഇൻകം സോഴ്സ്. അപ്പം ഇത് മാത്രമല്ല, ഒരുപാട് ഇൻകം സോഴ്സ് വേറെയുണ്ട്. വേറെ പല രീതിയിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇത് പറ്റിയില്ലെങ്കിൽ വേറെ രീതിയിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാം. എഡിറ്റിംഗ് ചെയ്ത് ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റും, ഫോട്ടോ എഡിറ്റ് ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റും, പിന്നെ ഓഡിയോ എഡിറ്റിംഗ്, അങ്ങനെ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ അതാണ് എൻ്റെ മെയിൻ ഇൻകം സോഴ്സ്, ബ്ലോഗിങ് ആണ്. എന്ന് വെച്ചാൽ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തും കൊടുക്കാറുണ്ട്, വെബ്സൈറ്റുകൾ ഡെവലപ്പ് ചെയ്തും കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഡെവലപ്പ് ചെയ്ത് തരും. നമ്മളെ ഡെവലപ്പ് ഏജൻസി ഉണ്ട്, അപ്പം നിങ്ങളെ ഏജൻസി ഡെവലപ്പ് ചെയ്ത് തരും. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാം. അപ്പം ഡെവലപ്പ് ചെയ്തിട്ട് അതിൽ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്ത് ആഡ്സൻസ് വഴി റവന്യൂ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരു ടോപ്പ് ലിറിക് സൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നും എനിക്ക് നല്ല രീതിയിൽ എമൗണ്ട് ഞാൻ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻകം സോഴ്സ്. പിന്നെ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടാൻ പറ്റിയ ബെസ്റ്റ് മാർഗം എന്ന് വെച്ചാൽ ഫ്രീലാൻസിങ്. എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഒരാൾക്ക് വേണ്ടി വർക്ക് ചെയ്യാം. ഇപ്പം ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടല്ലോ, അപ്പം നിങ്ങൾക്ക് പോയി ഒരാൾക്ക് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ അവരുടെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് 100 രൂപ 200 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 10-20 പേർക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു 100 രൂപയ്ക്ക് തന്നെ ഒരു 10-20 പേർക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് വെക്കുന്നത് ഡെയിലി ഒരു 20 പേർക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു 2000 രൂപ സുഖമായിട്ട് ഏൺ ചെയ്യാൻ പറ്റും എഡിറ്റ് ചെയ്ത്. പിന്നെ വീഡിയോ എഡിറ്റിംഗ് അതിൽ തന്നെ വരുന്ന വേറൊരു ഇതാണ് വീഡിയോ എഡിറ്റിംഗ്. അത് പിന്നെ കുറച്ചുകൂടെ നല്ല എമൗണ്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 30 മിനിറ്റ് വീഡിയോ അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് യൂട്യൂബ് വീഡിയോ, അപ്പം അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു 1000 റുപ്പീസൊക്കെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. നല്ലൊരു പ്രൊഫഷണൽ എഡിറ്റർ ആണെങ്കിൽ അത്ര എമൗണ്ട് ചാർജ് ചെയ്യാൻ പറ്റും. പ്രൊഫഷണൽ എഡിറ്റർ ആണെങ്കിൽ അത്ര എമൗണ്ട്. അങ്ങനെ ഫ്രീലാൻസിങ് വഴി നിങ്ങൾക്ക് നല്ല എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. ഒരുപാട് ഫ്രീലാൻസേഴ്സിന് എനിക്കറിയാം പല രീതിയിലും. മിക്കവരും ഫോട്ടോഷൂട്ടുകളൊക്കെ എടുത്ത് കൊടുത്ത് നല്ല എമൗണ്ട് ഏൺ ചെയ്യണവരുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ആയാലും ഒരുപാട് പേര് അങ്ങനെ ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്ത് നല്ല എമൗണ്ട് ഏൺ ചെയ്യുന്നവരുണ്ട്. പിന്നെ ആർട്ടിക്കിൾസൊക്കെ റൈറ്റ് ചെയ്ത് ഏൺ ചെയ്യണവരുമുണ്ട്.
പിന്നെ അതേപോലെ ഒരുപാട് ഫ്രീലാൻസിങ് വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. ഇപ്പം ഓൺലൈനിൽ തന്നെ നിങ്ങൾക്ക് ഫ്രീലാൻസിങ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതിലൊരു മെയിൻ പ്ലാറ്റ്ഫോമാണ് ഫൈവർ. പിന്നെ വരുന്ന അപ്വർക്ക്. ഇതിൽ ഏറ്റവും നല്ല ഏതെന്ന് വെച്ചാൽ, ഏറ്റവും ബെസ്റ്റ് ഏതെന്ന് വെച്ചാൽ ഞാൻ അപ്വർക്കേ പറയും. അപ്വർക്ക് സജസ്റ്റ് ചെയ്യും. കാരണം അതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് അപ്വർക്ക് എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ് ബെറ്റർ. അപ്പോൾ അപ്വർക്കിൽ നിങ്ങൾ നല്ലൊരു പ്രൊഫഷണൽ എന്ന് വെച്ചാൽ അത് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുക. എന്ന് വെച്ചാൽ എഡിറ്റിംഗ് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ആയാലും ഫോട്ടോ എഡിറ്റിംഗ് ആയാലും അത്യാവശ്യം നല്ല പ്രൊഫഷണൽ രീതിയിൽ നല്ല പക്ക അടിപൊളിയായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പോൾ ആ ആപ്ലിക്കേഷൻ കൊടുത്ത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ആയാൽ നിങ്ങൾക്ക് പുറത്തുള്ള രാജ്യത്തുള്ള ക്ലയൻസൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇപ്പം അതേപോലെ നിങ്ങൾക്ക് പുറത്തുള്ള രാജ്യത്തുള്ള ആൾക്കാർക്ക് വെബ്സൈറ്റുകളൊക്കെ ചെയ്ത് കൊടുക്കാം ക്ലയൻസിന്. ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഒരുപാട് പല രീതിയിലൊക്കെ ഇ-കൊമേഴ്സ് സ്റ്റോറുകൾ ചെയ്യണവർ കാണും. അതേപോലെ ഇപ്പം എന്താ പറയുക, ഇ-കൊമേഴ്സ് സ്റ്റോർ. പിന്നെ അല്ലാതെ തന്നെ അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഫോട്ടോ എഡിറ്റിങ്ങിൻ്റെ എന്തെങ്കിലുമൊക്കെ വർക്കുകളൊക്കെ ഉള്ളവരൊക്കെ കാണാം. അപ്പോൾ അവരുടെ നിങ്ങൾ റീച്ച് ഔട്ട് ചെയ്യുക. ഇപ്പം മെയിനായിട്ട് റീച്ച് ഔട്ട് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ DMs ചെയ്ത് റീച്ച് ഔട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ DMs ഒക്കെ ചെയ്ത് റീച്ച് ഔട്ട് ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും 2-3 പേരൊക്കെ റെസ്പോണ്ട് ചെയ്യും. അപ്പം നിങ്ങളെ പ്രീവിയസ് വർക്ക്സ് ഒക്കെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അതിൽ ചിലവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വർക്ക് തരും. വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും. കാരണം US എന്നൊക്കെ ഉള്ള വർക്കുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു $500 $100 ഒക്കെ നിങ്ങൾക്ക് ചാർജ് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല എമൗണ്ട് എന്ന് വെച്ചാൽ ഒരു $500 എന്ന് പറയുമ്പോൾ ഏകദേശം 20,000 മുതൽ 30,000 rupees വരെ നിങ്ങൾക്ക് ഒറ്റ വർക്കിൽ തന്നെ നിങ്ങൾക്ക് ചാർജ് ചെയ്ത് നല്ല എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അങ്ങനെ ഇവിടെ 2-3 വർക്കുകൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് കുറച്ച് ഏണിങ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ മെയിൻ എൻ്റെ ഇൻകം സോഴ്സ് ബ്ലോഗിങ് ആണ് വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളായ രീതിയിൽ ഫ്രീലാൻസിങ് ചെയ്യുക. അങ്ങനെ ഫ്രീലാൻസിങ് ചെയ്ത് നല്ല എമൗണ്ട് ഉണ്ടാക്കുന്ന എനിക്ക് 2-3 പേരെ അറിയാം. വെബ്സൈറ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ ചെയ്യണവരെ എനിക്കറിയാം. വെബ്സൈറ്റ് ചെയ്തുകൊണ്ട് നല്ല എമൗണ്ട് ഏൺ ചെയ്യണവരുണ്ട് വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് വഴി. അപ്പോൾ അതാണ് വേറൊരു ഇൻകം സ്ട്രീം. പിന്നെ അടുത്തതായിട്ട് വരുന്ന ഒരു ഇൻകം സ്ട്രീമാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പം നിങ്ങൾ മറ്റേ മീഷോയുടെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്താൽ, എന്ന് വെച്ചാൽ നിങ്ങൾ അഫിലിയേറ്റ് ലിങ്ക് വഴി ചിലവർ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടും. എന്ന് വെച്ചാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ചിലവർ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് നല്ല രീതിയിൽ എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. കാരണം മിക്ക യൂട്യൂബ് ചാനലിൻ്റെ താഴെ നിങ്ങൾ സെക്ഷൻ നോക്കുമ്പോൾ അതിൽ അഫിലിയേറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് അതിൽ അവർ പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എമൗണ്ട് കിട്ടും. നിങ്ങൾക്കല്ല, അവർക്ക് കിട്ടും. അപ്പം നിങ്ങൾ അവരുടെ ഇതിൽ യൂട്യൂബിൽ ലിങ്ക് കയറി, ആ അഫിലിയേറ്റ് ലിങ്കിൽ കയറി നിങ്ങൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ അവർക്ക് ഏണിങ്സ് കിട്ടും. അപ്പം നിങ്ങൾക്ക് അതേപോലെ നിങ്ങളൊരു ഇപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ആമസോണിൻ്റെ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൊരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് നിങ്ങളെ കൂട്ടുകാർക്കെല്ലാം ഇങ്ങനെ ഷെയർ ചെയ്ത് അവരത് വഴി നിങ്ങൾ പറഞ്ഞ ആ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലൊന്നും ഒരു ചെറിയൊരു കമ്മീഷൻ കിട്ടും. അത് ചെറിയ എമൗണ്ട് ആയിരിക്കും കമ്മീഷൻ കിട്ടുന്നത്. അത് ഈ എമൗണ്ട് കൂടണമെന്ന് വെച്ചാൽ അത് നിങ്ങൾ എത്രത്തോളം ആൾക്കാർ വാങ്ങുന്നോ, പിന്നെ ആ പ്രോഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ അനുസരിച്ചിരിക്കും. എന്ന് വെച്ചാൽ അത്രത്തോളം ഒരു വലിയ പ്രോഡക്റ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് അത്രയും കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വഴി നിങ്ങൾക്ക് നല്ല എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. ഞാൻ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വഴി കുറച്ച് 500 to 1,000 rupees അടുപ്പിച്ച് ചെയ്യാറുണ്ട്, ഏണിങ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഞാൻ കൂടുതൽ അത്ര ചെയ്യാറില്ല. നിങ്ങൾക്കും ചെയ്യാം. കാരണം ഒരുപാട് യൂട്യൂബേഴ്സ് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരുപാട് യൂട്യൂബേഴ്സ് നല്ല എമൗണ്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വഴി ഉണ്ടാക്കുന്നുണ്ട്. അത് എനിക്കറിയാം. എനിക്ക് 2-3 പേര് യൂട്യൂബേഴ്സ് കമ്പനിയുണ്ട്. അപ്പോൾ അവരൊക്കെ എല്ലാവരും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വഴി നല്ല എമൗണ്ട് ഏൺ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും അങ്ങനെ ഏൺ ചെയ്യാം. അപ്പം ഞാനൊരു കോളേജ് പാസ് ഔട്ട് ആയപ്പോൾ സ്റ്റുഡൻ്റ് ആണ്. അപ്പം ഞാൻ മെയിനായിട്ട് എൻ്റെ ഇൻകം സോഴ്സ് ബ്ലോഗിങ് ആണ്. അപ്പം ബ്ലോഗിങ്ങിനെ പറ്റിയുള്ള കൂടുതൽ റിലേറ്റഡ് സ്റ്റഫ്സ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതലായി ഇനിയും വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഇനി എന്തൊക്കെ റിലേറ്റഡ് വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോസ് ഞാൻ ഇനി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പം എൻ്റെ മെയിൻ ഫീൽഡ് എന്ന് വെച്ചാൽ ബ്ലോഗിങ് ആണ്. വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്, ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്ത് ഗൂഗിൾ ആഡ്സൻസ് വഴി പിന്നെ ബാക്കി പ്രൊമോഷൻ വഴിയൊക്കെ എൺ ചെയ്യുക. അതാണ് എൻ്റെ മെയിൻ ഫീൽഡ്. ബ്ലോഗിങ് ആണ് എൻ്റെ മെയിൻ ഫീൽഡ്. പിന്നെ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി. ഇനി കൂടുതൽ വീഡിയോസ് അടുത്ത് ഇനി വരുന്നതാണ്. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ഗുഡ് ബൈ.